ശ്രീരാമചന്ദ്രായ നമോ നമ. സീതാരാമഗുണാരാമപുണ്യാരണ്യനിവാസിനോ വന്ദേ വിശുദ്ധവിജ്ഞാനവും കവീശ്വരകവീശ്വരവും. 19-ാമത്തെ സർഗം വിഭീഷണാഭിഷേകം എന്നതാണ് വിഷയം. ഏവർക്കും നമസ്കാരം. ഇങ്ങനെ ശ്രീരാഘവൻ ഉറപ്പ് കൊടുത്തപ്പോൾ വിഭീഷണൻ താഴത്തേക്ക് നോക്കി മന്ത്രിമാരോടൊത്ത് താഴത്തേക്ക് ഇറങ്ങി. പിന്നെ രാമചരണങ്ങളിൽ വീണ് കിടന്നുകൊണ്ട് പറഞ്ഞു. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞ വാക്കുകളെ പറ്റി വാൽമീകി പറയാണ്: ധർമ്മയുക്തം ച യുക്തം ച സാമ്പ്രതം സംപ്രഹർഷണം. ധർമ്മത്തോടു കൂടിയതും അതുപോലെ തന്നെ ഏറ്റവും ആ സമയത്ത് ഉചിതവും ശ്രീരാമചന്ദ്രന് സന്തോഷം നൽകുന്നതും കേൾക്കുന്നവർക്കും പോലും സന്തോഷം ഉളവാക്കുന്നതും കാലോചിതവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഷണം. അദ്ദേഹം വിഭീഷണൻ പറയാണ്: സർവഭൂത ശരണ്യനായ ഭവാനി ഞാൻ ശരണാഗതി പ്രാപിക്കുന്നു. ലങ്കയെയും സുഹൃത്തുക്കളെയും സ്വത്തും എല്ലാം ഉപേക്ഷിച്ച് വന്നിരിക്കുകയാണ് ഞാൻ. ഇനി എൻ്റെ രാജ്യം, ജീവിതം, സൗഖ്യമൊക്കെ അങ്ങേക്ക് അധീനമാണ്. ഇത് കേട്ട് പ്രീതിയോടെ വിഭീഷണനെ നോക്കിക്കൊണ്ട് രാമചന്ദ്രൻ പറഞ്ഞു: രാക്ഷസരുടെ ബലാബലങ്ങളെ പറ്റി എനിക്ക് പറഞ്ഞു തരും. ശരി എന്ന് പറഞ്ഞ് വിഭീഷണൻ പറയാണ്: ബ്രഹ്മവരത്താൽ എല്ലാവിധ ജീവികളാലും ബലവാന്മാരാലും അവധ്യനാണ് ദശഗ്രീവൻ, എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ. രണ്ടാമത്തെ ജ്യേഷ്ഠനാവട്ടെ മഹാവീരനും യുദ്ധത്തിൽ ഇന്ദ്രതുല്യനുമാണ്. രാക്ഷസ സേനാപതി പ്രഹസ്തനെ കുറിച്ച് ഒരുപക്ഷെ അങ്ങ് കേട്ടിരിക്കും. കൈലാസത്തിൽ വെച്ചുണ്ടായ യുദ്ധത്തിൽ മാണിഭദ്രനെ പോലും ജയിച്ചവനാണ് അവൻ. വൈശ്രവണന്റെ വളരെ മന്ത്രിയോ വളരെ ഇഷ്ടപ്പെട്ട സജീവനാണ് മാണിഭദ്രൻ. പിന്നെ ഉടുമ്പിൻ തോല് കൊണ്ട് കയ്യുറ അണിഞ്ഞ് അസ്ത്രങ്ങളെ കൊണ്ട് അഭേദ്യമായ കവചമണിഞ്ഞ് വരുന്ന ഇന്ദ്രജിത്ത് യുദ്ധം ചെയ്യവേ അദൃശ്യനായി ശത്രുക്കളെ എതിർക്കുന്നവനാണ്. അഗ്നിദേവനെ പ്രസാദിപ്പിച്ചാണ് അവൻ ഈ വിദ്യ കൈക്കൊണ്ടത്. പിന്നെ മഹാപാർശ്വൻ, മഹോദരൻ, അകമ്പൻ ഇവരൊക്കെ യുദ്ധത്തിൽ അഷ്ടദിക്പാലകന്മാർക്ക് സമന്മാരാണ്. ഇങ്ങനെ 10,000 കോടിയോളമുള്ള രാക്ഷസുകളെ കൊണ്ട് ചോരയും ഇറച്ചിയും ഭക്ഷണമാക്കിയ രക്ഷസുകളോടൊത്ത് സകല ലോകവും ജയിച്ച് എല്ലാ ലോകപാലന്മാരെയും തോൽപ്പിച്ച് വിജയശ്രീലാളിതനായി എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ മരുവുന്നു. ശ്രീരാമചന്ദ്രൻ: വിഭീഷണ, താങ്കൾ പറഞ്ഞതൊക്കെ ഞാൻ ശ്രദ്ധാപൂർവം മനസ്സിലാക്കുന്നു. എന്നിരിക്കലും ഞാൻ ഇതാ സത്യം ചെയ്യുന്നു. മക്കളോടും മന്ത്രിമാരോടും കൂടി രാവണനെ വധിച്ച് ഞാൻ താങ്കളെ രാജാവാക്കുന്നുണ്ട്. രാവണന് എൻ്റെ ശരങ്ങളിൽ നിന്ന് രക്ഷ കിട്ടില്ല. രസാതലത്തിലോ പാതാളത്തിലോ ബ്രഹ്മലോകത്തിലോ എവിടെ ഒളിച്ചാലും ഞാനിതാ ശപഥം ചെയ്യുന്നു, രാവണനെ വധിക്കാതെ ഞാൻ അയോധ്യയ്ക്ക് തിരിച്ച് പ്രവേശിക്കുകയില്ല തന്നെ. വിഭീഷണൻ തലകുനിച്ചുകൊണ്ട് പറഞ്ഞു: രാക്ഷസവധത്തിനും ലങ്ക ആക്രമിക്കാനും എല്ലാ സഹായവും ഞാനും വാഗ്ദാനം ചെയ്തു കൊള്ളുന്നു. ഉടനെ ശ്രീരാമൻ ലക്ഷ്മണനോട് സമുദ്രജലം കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് ആ സമുദ്രജലം കൊണ്ട് വിഭീഷണനെ രാക്ഷസ രാജാവായിട്ട് അഭിഷേകം ചെയ്ത് രാക്ഷസ രാജാവായി പ്രഖ്യാപിക്കാൻ പറഞ്ഞു. അങ്ങനെ വാനര സൈന്യമധ്യത്തിൽ വെച്ച് ലക്ഷ്മണൻ വിഭീഷണന് അഭിഷേകം നടത്തി. വാനരന്മാർ എല്ലാവരും നന്ന സാധു സാധു ഇതി പ്രഘോഷിച്ചു. പിന്നീട് ഹനുമാനും സുഗ്രീവനും വിഭീഷണനോട് ചോദിക്കുകയാണ്: കടൽ എങ്ങനെ നമുക്ക് ഏവർക്കും കടക്കാൻ കഴിയും? വിഭീഷണൻ പറഞ്ഞു: അതിന് രാമചന്ദ്രൻ വരുണനെ ഭജിക്കട്ടെ. വരുണൻ ഈ കടലിലുള്ള സാഗരം എന്നാണ് പേര്. ശ്രീരാമചന്ദ്രന്റെ പൂർവികനാണ് സഗരൻ. നമ്മൾ ബാലകാണ്ഡത്തിൽ കണ്ടിട്ടുണ്ട്. സഗരൻ കാരനാണ് സാഗരം എന്ന പേര് പോലും വരുണാലയത്തിന് വന്നത്. അത് കാരണം ബന്ധുവാണ് ശ്രീരാമചന്ദ്രൻ. ആ ബന്ധുവിന് സാഗരം സഹായം ചെയ്യേണ്ടത് തന്നെയല്ലേ. ഇത് കേട്ട് സുഗ്രീവനും ലക്ഷ്മണനും ഒരുമിച്ച് രാഘവന്റെ സകാശമെത്തി വിഭീഷണവാക്യം അറിയിച്ചു. അത് കേട്ട് വളരെ സന്തോഷിച്ച് ചിരിച്ചുകൊണ്ട് രാമചന്ദ്രൻ പറഞ്ഞു: വിഭീഷണന്റെ ഈ അഭിപ്രായം എനിക്ക് നന്നേ ബോധിച്ചു.
പിന്നെ ചോദിച്ചു, നിങ്ങൾ ഇരുവരുടെയും അഭിപ്രായം എന്താണ്? അപ്പോൾ രണ്ടുപേരും, സുഗ്രീവനും ലക്ഷ്മണനും ഒരുമിച്ച് പറയാണ്, കിമർത്ഥം നൗ നരവ്യാഘ്ര രോചിഷ്യതി രാഘവാം വിഭീഷണേന യത്തൂക്തമസ്മിൻ കാലേ സുഖാവഹം. ഹേ നരവ്യാഘ്രാം, അല്ലേ മനുഷ്യന്മാരിൽ വെച്ച് ഏറ്റവും പരാക്രമശാലിയായ അങ്ങയോട് ഞങ്ങൾ നമസ്കരിക്കുന്നു. അങ്ങയോട് പറയണം, അസ്മിൻ കാലേ സുഖാവഹം, ഈ കാലത്തിൽ സൗഖ്യം ഉണ്ടാക്കുന്ന വിഭീഷണേന യത് ഉക്തം, വിഭീഷണാൽ പറഞ്ഞ എന്തൊന്നോ അത് നൗ, എന്തുകൊണ്ടാണ് നമ്മളെ രോചിഷ്യതയ്ക്കും, ഞങ്ങളെ എന്തുകൊണ്ട് സന്തോഷിപ്പിക്കുന്നില്ല, ഞങ്ങളെ അത് സന്തോഷിപ്പിക്കുന്നു എന്നർത്ഥം. കടലിന് ചിറ കെട്ടാതെ ദേവന്മാർക്ക് പോലും ലങ്കയിൽ പ്രാപിക്കാൻ വയ്യ. അപ്പൊ ഇവിടെ വിഭീഷണൻ പറഞ്ഞ അഭിപ്രായം ഒട്ടും കാലം കളയാതെ ചെയ്യുക തന്നെ വേണം എന്ന അവര് അഭിപ്രായം കൂടി കേട്ട ഉടനെ ശ്രീരാമചന്ദ്രൻ കടൽ തീരത്ത് എത്തി പുല്ല് വിരിച്ച്, യജ്ഞവേദിയിൽ അഗ്നി എപ്രകാരമാണോ ശോഭിക്കുന്നത് അപ്രകാരം അവിടെ ഇരിപ്പ് ഉറപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സർഗം അവസാനിക്കുന്നത്. ഹത്വായുദ്ധേ ദശാസ്ത്യം ത്രിഭുവന വിഷമം വാമഹസ്തേന ശാപം ഭൂമാവഷ്ടഭ്യതിഷ്ഠൻ ഇതരകരധൃതം ഭ്രാമയൻ ബാണം ഏകം ആരക്രോപാന്തനേത്ര ശരദളിത കോഴിതൂറ്റ പ്രകാശ വീരശ്രീ ബന്ധുരാംഗ ത്രദശപതിനുത പാതുമാം വീരരാമ. ആ വീരരാമൻ നമ്മളെ എല്ലാവരെയും രക്ഷിക്കട്ടെ.